എടി എന്തോന്ന് പറഞ്ഞത്? ഇംഗ്ലീഷ് അറിഞ്ഞുവിടുന്നല്ലേടി, എനിക്ക് നല്ല പച്ച മലയാളം അറിയാം. ഇറന്നെ കൊണ്ട് വിളിപ്പിക്കരുത് നീ. രാഹുൽ, ഈ തള്ള എന്തൊക്കെയാ തള്ള നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് പറയുമല്ലോ. ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. നീയേ കേക്കും. നീ പല തള്ളമാരെ കയ്യിൽ നിന്ന് നീ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങോട്ട് മാറുന്നില്ലേ? നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാണ് ആ സുധാകരന്റെ മോളെ കെട്ടിയാ മതിയെന്ന്. അങ്ങനെ കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് വെള്ളം കോരി തരുമായിരുന്നു, എന്റെ തുണി നനയ്ക്കുമായിരുന്നു, എന്റെ പാത്രം കഴുകി തരുമായിരുന്നു, എന്റെ കാലില് കാലിൽ കുഴമ്പിടാനല്ല ഞാൻ അമേരിക്കയിലെ വാഷിംഗ്ടണിന് ഇങ്ങോട്ട് വന്നത്. ഈ വാഷിംഗ് മെഷീനകത്ത് കയറിയിരുന്ന് പഠിച്ചിട്ട് ഇറങ്ങി വന്നാൽ എനിക്കൊരു പുല്ലുമില്ലടി. എടി നമ്മളെ നാട്ടിലെ കാര്യങ്ങൾ നീ പഠിക്കണോടി. നമ്മളൊക്കെ പണ്ട് എന്താ ചെയ്തെന്നറിയാമോ? അരയ്ക്കാൻ വേണ്ടി അരികല്ലിലിട്ട് ഇങ്ങനെ അരയ്ക്കും, ഇങ്ങനെ ആട്ടും, എന്നിട്ട് എന്നിട്ട് ആ മാവ് കൊണ്ടുവന്നാണടി ഞാൻ ഉരുട്ടി തിന്നോണ്ടിരുന്നത്. അതിന്റെ ശക്തി എനിക്കുണ്ട്. ഞാൻ പയർ പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ പയറല്ല, വള്ളിപ്പയർ എന്റെ ശരീരത്തിൽ പടർന്നു കയറാൻ വന്നത്. രാഹുൽ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിങ്ങൾ അന്ന് ജനിച്ചതും ഞാൻ ഇന്ന് ജനിച്ചതും എന്റെ തെറ്റല്ല. നിങ്ങൾ അന്ന് ജനിച്ചപ്പോ അമ്മയും ആട്ടുകല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇന്ന് ജനിച്ചപ്പോ മിക്സിയും ഗ്രൈൻഡറും ഉണ്ട്. അതുകൊണ്ട് എവിടെ അരച്ചാലും അരയ്ക്കുന്ന കാര്യം നടന്നാ പോരെ. പഴഞ്ചനും കൊണ്ട് നടക്കുന്നു ഡാഡി, പഴഞ്ചൻ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കേൾക്കാം.